ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയും മൃദുലയും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ കോശങ്ങളിലേക്കുള്ള രക്തഓട്ടം കറക്റ്റായിട്ട് കിട്ടണം. അതിപ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും വയസ്സായവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രക്തഓട്ടം മുഖത്ത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖത്തിന് ഒരു ഭംഗിയുണ്ടാവും, തിളക്കമുണ്ടാവും, മൃദുലതയുണ്ടാവും. നമുക്ക് ആരെയും ഫേസ് ചെയ്യാൻ, ഈവൻ നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ പോലും നമുക്കൊരു ആത്മവിശ്വാസം മുഖത്ത് ഫീൽ ചെയ്യുന്നതാണ്. എന്നിരുന്നാലും പലപ്പോഴും ഈ രക്തഓട്ടത്തിൻ്റെ കുറവ് നമുക്ക് പലവിധ പ്രശ്നങ്ങളും ഒരു സൗന്ദര്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കറക്റ്റായിട്ടുണ്ടല്ലോ, തലയിലേക്ക് രക്തം പോകുന്നത് മുഖം വഴിയല്ലേ, മുഖത്തും അപ്പോൾ രക്തഓട്ടം കിട്ടുമല്ലോ എന്ന്. എന്നാൽ അങ്ങനെയല്ല. മുഖത്തുള്ള ചെറിയ വളരെ മൈക്രോ കാപ്പിലറീസ് ഉണ്ട്. ഈ കാപ്പിലറീസിനകത്തോട് രക്തം ശരിയായിട്ട് പമ്പ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ മുഖത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും ഈ ന്യൂട്രീഷ്യൻസ്, ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടത്തുള്ളൂ, കോശങ്ങൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കത്തുള്ളൂ. നമ്മുടെ മുഖത്ത് കാണുന്ന ഈ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും പലർക്കും ഈ പ്രശ്നമുണ്ടെന്ന്. മുഖത്ത് രക്തഓട്ടം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, ഒന്ന് മുഖത്തിന് തിളക്കം കുറയുക, കണ്ണുകൾക്ക് ചുരുട്ടും ഒരു ഡാർക്ക് സർക്കിൾസ് ഫോം ചെയ്യുക, മുഖത്ത് പലപ്പോഴും ചെറിയ ചുളിവുകൾ ഫോം ചെയ്യുന്ന ഒരു സാഹചര്യം വരിക, മുഖത്തിന് പഫിനെസ്, നമുക്ക് മുഖമെല്ലാം നോക്കുമ്പോൾ വീർത്തിരിക്കുന്ന പോലുള്ള ലക്ഷണമില്ലേ, ഈ ഒരു ബുദ്ധിമുട്ട് കാണുക, മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളിൽ കറുപ്പ് നിറം കാണും, ചില ഭാഗങ്ങളിൽ വെളുപ്പ് നിറം കാണും, ഇങ്ങനെ ചെറിയ ചേഞ്ചസ് കാണുക, മുഖത്ത് ഡ്രൈനെസ് അനുഭവപ്പെടുക. ഇതെല്ലാം തന്നെ നമുക്ക് മുഖത്തിന് രക്തഓട്ടം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുണ്ട്. പലപ്പോഴും മുഖത്ത് നോക്കുമ്പോൾ അവർക്ക് ഉള്ള പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം തോന്നുന്നതും പലപ്പോഴും ഈ മുഖത്ത് രക്തഓട്ടം കുറയുന്നതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നുണ്ട്. ഇനി മുഖത്ത് രക്തഓട്ടം കുറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ പറഞ്ഞു തന്നാൽ പലർക്കും നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും മനസ്സിലാവും. ഏറ്റവും കോമൺ ആയിട്ട് രക്തഓട്ടം കുറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്ന വ്യത്യാസമാണ്. നിങ്ങൾ വളരെയധികം തണുത്ത സ്ഥലത്തേക്ക് പോകുന്നു, മഞ്ഞുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ മുഖത്തേക്കുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങുകയും മുഖത്ത് രക്തഓട്ടം കുറയുകയും ചെയ്യും. ഇത് മുഖത്തിന് പെട്ടെന്ന് രക്തക്കുഴലുകളിൽ രക്തഓട്ടം കുറയുകയും നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തു എന്ന് വരാം. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഇതുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഇനിയുമുണ്ട് കാരണങ്ങൾ. പതിവായിട്ട് പുകവലി ശീലമുള്ളവർക്ക്, അല്ലെങ്കിൽ പുകയില മുറുക്ക് ശീലം, ഏതെങ്കിലും തരത്തിൽ പുകയില വായിക്കാത്തെല്ലാം വയ്ക്കുന്ന തരത്തിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ഇത് രക്തഓട്ടം കുറയുന്നതിനും രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും കാരണമാകാറുണ്ട്. അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ മുഖത്തിന് ഈ പറഞ്ഞ പ്രോബ്ലം അനുഭവപ്പെട്ടു എന്ന് വരാം. ഉറക്കക്കുറവുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ ചുരുങ്ങി എന്ന് വരാം. കൂടാതെ നിങ്ങൾ ഒട്ടും വെള്ളം കുടിക്കാത്ത സ്വഭാവമാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു എന്ന് വരാം. നിങ്ങൾ കഴിക്കുന്ന ചിലയിനം മരുന്നുകൾ, പ്രത്യേകിച്ച് അലർജിക്കെല്ലാം, തുമ്മലിന് ജലദോഷത്തിന് കഴിക്കുന്ന ചിലയിനം മരുന്നുകൾ, ചിലയിനം ഹോർമോൺ ഗുളികകൾ രക്തഓട്ടത്തിന് വ്യത്യാസം വരുത്തിയെന്ന് വരാം. മുഖത്ത് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ സിംറ്റംസ്, ഇപ്പം നിങ്ങൾ ശക്തിയായിട്ട് തുമ്മുന്നു, ഭയങ്കര ഫോഴ്സിൽ നിങ്ങൾ ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ രക്തക്കുഴലുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുകയും ചെറിയ കാപ്പിലറീസ് ബ്രേക്കേജ് വരികയും രക്തഓട്ടം കുറഞ്ഞുകയും ചെയ്തു എന്ന് വരാം. ഇവിടെ കൊണ്ടും തീരുന്നില്ല. നിങ്ങൾ ഓവറായിട്ട് വെയിൽ കൊള്ളുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ വെയിലിൻ്റെ അലർജിക് റിയാക്ഷൻ കൊണ്ട് മുഖത്തുള്ള രക്തക്കുഴലുകളിൽ രക്തഓട്ടം കുറഞ്ഞു എന്ന് വരാറുണ്ട്. നിങ്ങൾക്ക് വിട്ടുമാറാതെ മുഖക്കുരു ശല്യം ഉള്ളവരാണെങ്കിൽ ഈ മുഖക്കുരു വരുന്നത് മുഖത്തുള്ള ചെറിയ മൈക്രോ കാപ്പിലറീസ് ബ്രേക്ക് ചെയ്യുന്നതിനും രക്തഓട്ടം ക്രമേണ കുറഞ്ഞു എന്ന് വരാം. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ വളരെ കോമൺ ആയിട്ട് ഇന്ന് ഒരുപാട് പേർക്ക് മുഖത്ത് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇനി മുഖത്ത് നിങ്ങൾക്ക് രക്തഓട്ടം കുറവാണെന്നിരിക്കട്ടെ, ഈ പ്രശ്നം മറികടക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത്, ഓക്കെ, നമ്മൾ ഇപ്പോൾ മുഖത്ത് രക്തഓട്ടം വർദ്ധിപ്പിക്കാനുള്ള മസാജുകൾ ചെയ്താൽ മതിയാവും. നല്ലതാണ്. മുഖത്ത് എങ്ങനെയാണ് നമ്മുടെ പ്രായം കുറയ്ക്കാനും ചെറുപ്പം നിലനിർത്താനുള്ള ഒരു മസാജിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലേ? ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള വ്യായാമങ്ങൾ, കൃത്യമായിട്ട് നമ്മുടെ ഈ ഭാഗത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമങ്ങൾ, മുഖത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുക, ജോലയിൽ ചെയ്യുന്ന വ്യായാമം, മുഖത്തുള്ള മസിലുകളിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുഖത്തിൻ്റെ രക്തഓട്ടം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. എന്നാൽ ഇതിലെല്ലാം ഉപരിയായിട്ട് മുഖത്തെ രക്തഓട്ടം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് വ്യായാമമാണ്. ശരീരത്തിന് ജനറലായിട്ട് ചെയ്യുന്ന വ്യായാമം. ജനറലായിട്ട് ചെയ്യുന്ന വ്യായാമം എന്ന് പറയുമ്പോൾ കൈകാലുകൾക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, വെയ്റ്റ് ട്രെയിനിങ് വർക്കൗട്ട്, ലെഗിന്, കാലിന് ചെയ്യുന്ന വർക്കൗട്ട് എല്ലാം തന്നെ ശരീരത്തിൻ്റെ മുകളിലത്തേക്ക് ഭാഗത്തേക്കുള്ള ശക്തമായിട്ടുള്ള രക്തത്തിൻ്റെ പമ്പിങ് കൊണ്ടുവരികയും നമ്മുടെ മുഖത്തുള്ള ഓരോ ചെറിയ കോശങ്ങൾക്കും ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസ് എത്തുകയും കാരണമാകും. ഇതുകൊണ്ടാണ് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നവരെ മുഖം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല ചെറുപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. മുഖത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമത്തിനേക്കാൾ പ്രധാനമായിട്ട് ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമം മുഖത്തിന് കൃത്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും. രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങുന്നത്, നേരത്തെ ഏറ്റവും കുറഞ്ഞത് ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് മുഖത്തിന് ആ ഭംഗി നിലനിർത്താനും മുഖം പെട്ടെന്ന് പഫിനെസ് വരുന്നതിനെ കുറയ്ക്കാനും സഹായിക്കും. ദിവസത്തിൽ 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക മുഖത്തെ രക്തഓട്ടം വർദ്ധിക്കുന്നതിന് സഹായിക്കും. കാരണം രക്തത്തിനകത്ത് സമൃദ്ധിയായിട്ട് ഫ്ലൂയിഡ് സപ്ലൈ നടക്കുന്നതിന് സഹായിക്കും. രക്തഓട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചിലയിനം ഭക്ഷണങ്ങളുണ്ട്. ഈ ഭക്ഷണങ്ങൾക്കകത്ത് ഇറങ്ങിയിട്ടുള്ള ചില ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് മുഖത്തേക്കുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങിനകത്ത് നൈട്രേറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ നൈട്രേറ്റ്സ് നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ഒന്നും വരാതെ നന്നായിട്ട് രക്തം
സ്മൂത്തായിട്ട് പമ്പ് ചെയ്യുന്നതിന് സഹായിക്കും. രണ്ടാമത്തത് നട്ട്സാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ നട്ട്സിനകത്തും ഈ രക്തഓട്ടം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനകത്ത് L-ആർജിനിൻ എന്ന് വിളിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, നാരങ്ങ പോലുള്ള ഈ ചെറിയ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സിനകത്തും ഈ പറഞ്ഞ ബയോഫ്ലാവിനോയിഡ്സ് ഉണ്ട്. ഇവയും നമ്മുടെ മുഖത്തേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന മുഖത്തേക്കുള്ള വ്യായാമം അല്ലാതെ ചില തെറാപ്പീസ് പറഞ്ഞുതരാം. അതിലൊന്ന് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷനാണ്. ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം എടുക്കുക. നല്ല ചൂട് വേണ്ട, ചെറിയ ചൂടുവെള്ളം എടുക്കുക. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കുക. തണുത്ത വെള്ളത്തിനെ നമുക്കൊന്നുകിൽ ചെറിയ ഐസ് വാട്ടർ എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ കഠിനമായ തണുപ്പ്, ഇപ്പോൾ ഐസൊക്കെ എടുത്ത് മുഖത്ത് വെച്ചാൽ ചിലപ്പോൾ കാപ്പിലറീസിന് ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളൊരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കുകയോ അല്ലെങ്കിൽ സാധാരണ വെള്ളം എടുത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വയ്ക്കുകയോ ചെയ്യുക. എന്നിട്ട് ഒരു തുണി, വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് ആദ്യം ഈ ചെറു ചൂടുവെള്ളത്തിനകത്ത് മുക്കിയിട്ട് അത് മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വെക്കുക. ഒരു 30 സെക്കൻഡ് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ആ തുണി എടുത്ത് തണുത്ത വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് അതിനെടുത്ത് മുഖത്ത് ഒരു 30 സെക്കൻഡ് കവർ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒന്ന് ചെയ്തു നോക്കി. നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഈ ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ മുഖത്തിൻ്റെ രക്തക്കുഴലുകൾക്ക് ഒരു ഇലാസ്റ്റിക് ആക്ഷൻ കൊണ്ടുവരികയും പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്ക് രക്തം പമ്പ് ചെയ്യാൻ കാരണമാകുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ രക്തഓട്ടം നന്നായിട്ട് വർദ്ധിക്കുകയും നമുക്കൊരു തുടുപ്പ് വരാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മദ്യപാന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നിർത്തുക. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ പലരും വിചാരിക്കും മുഖമൊക്കെ ചുവന്ന് വരുന്ന കണ്ടിട്ടുണ്ടെന്ന്. അത് താൽക്കാലിക ഫിനോമിനൻ മാത്രമാണ്. മദ്യപാനം നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം ഒരു വലിയ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ഡീഹൈഡ്രേഷൻ വരുമ്പോൾ എന്ത് പറ്റും? മുഖത്തെ രക്തഓട്ടം കുറയുകയും രക്തക്കുഴലുകൾ ചുരുങ്ങുകയും ചെയ്യും. മുഖമൊക്കെ വല്ലാണ്ട് കരുവാളിപ്പ് വരുന്നതിന് കാരണമാകും. മാത്രമല്ല മുഖത്തിന് ചെയ്യുന്ന വ്യായാമത്തോടൊപ്പം തന്നെ മുഖത്തിന് ഡ്രൈനെസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മുഖത്ത് ചെയ്യുന്ന മസാജസ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാസ്ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ലഘുവായിട്ട് മസാജ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി മുഖത്തുള്ള രക്തഓട്ടം വർദ്ധിക്കാൻ സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുഖത്തിൻ്റെ ഭംഗിയും തിളക്കവും നിലനിർത്താനായിട്ട് സാധിക്കും. പലപ്പോഴും കണ്ണിന് ചുറ്റും കറുപ്പ് നിറമുണ്ട്, മുഖത്ത് കരുവാളിപ്പുണ്ട്, മുഖത്തിന് ഡ്രൈനെസ് വരുന്നു, ചില ഭാഗത്ത് വെളുപ്പ് നിറം വരുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കി വലിയ മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ മുഖത്തിൻ്റെ രക്തഓട്ടം വർദ്ധിപ്പിക്കാനും ഈ പറഞ്ഞ പ്രോബ്ലംസിനെ മറികടക്കാനും സഹായിക്കും. ഞാൻ ഈ പറഞ്ഞത് ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.